സ്വർഗീയ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങൾക്കു വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ. ആ വലിയ സ്നേഹത്തിനും അങ്ങയുടെ മാറ്റമില്ലാത്ത സത്യത്തിനു മുൻപിൽ ഞങ്ങൾ വരുന്നു. ഗലാത്യർ 2:20 പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങളും ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നേറ്റു പറയുന്നു. കർത്താവേ, ജിം എലിയറ്റിനെ പോലെ അങ്ങേക്കു വേണ്ടി ജീവൻ നൽകിയവരുടെ സമർപ്പിത ജീവിതങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഫിലിപ്പിയർ 2 കാണുന്ന യേശുവിന്റെ താഴ്മ ഞങ്ങൾ ഓർക്കുന്നു. ലോകത്തിന്റെ നേട്ടങ്ങൾക്കായി, ഭൗതിക സമൃദ്ധിക്കായി അങ്ങയുടെ വചനത്തെ ഞങ്ങൾ വളച്ചൊടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. സങ്കീർത്തനം 139 അനുസരിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യണമേ കർത്താവേ. ദ്രവ്യാഗ്രഹം എന്ന വിഗ്രഹം ഞങ്ങളിൽ നിന്ന് നീക്കി യേശുവിനോടുള്ള നിർമ്മലമായ സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ വചനം പ്രസംഗിക്കുന്ന എല്ലാവരെയും ഫിലിപ്പിയർ 3:8 പൗലോസിനെപ്പോലെ ക്രിസ്തുവിനെ നേടുന്നതിനു വേണ്ടി മറ്റെല്ലാം ഛേദം എന്നെണ്ണുന്നവരാക്കി തീർക്കണമേ. വ്യാജ ഉപദേശങ്ങളിൽ നിന്ന് അങ്ങയുടെ സഭയെ കാത്തുകൊള്ളണമേ. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അങ്ങ് സ്പർശിക്കണമേ. റോമർ 8:17 പറയുന്നത് പോലെ ആവശ്യമെങ്കിൽ കഷ്ടതയിലൂടെയും അങ്ങയോടൊപ്പം നടന്ന് അവസാനം മഹത്വത്തിലെത്താൻ അവരെ സഹായിക്കണമേ. അവരുടെ ആവശ്യങ്ങളെല്ലാം ഫിലിപ്പിയർ 4:19 അങ്ങ് നിറവേറ്റണമേ. എന്നാൽ അതിലും ഉപരിയായി അവരുടെ ഹൃദയം അങ്ങയിൽ മാത്രം ഉറപ്പിക്കണമേ. ജിം എലിയറ്റിനെ പോലെ നഷ്ടപ്പെടുത്താൻ കഴിയാത്ത നിത്യമായത് നേടാനായി ഈ ലോകത്തിൽ സൂക്ഷിക്കാൻ കഴിയാത്തവയെ വിട്ടുകളയുന്ന വിശ്വസ്ത ദാസരായി ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവും രാജാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഈ പ്രാർത്ഥന അങ്ങയോട് യാചിക്കുന്നു. ആമേൻ. ആമേൻ.